അതുപോലെ ആതിര സരസ് തന്നെ ഉണ്ട് നമുക്കിപ്പം കാലാവസ്ഥ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ. ആതിര, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഒരു ദിനാന്തരീക്ഷ അവസ്ഥ? ഗുഡ് മോർണിംഗ് സേതു. പ്രേക്ഷകരെ സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് മാപ്പ് നോക്കി വരാം. ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല എന്നുള്ളതാണ് മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരിയ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇനി വരും മണിക്കൂറിലൊക്കെ തന്നെ ഈ മഴ പെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ആകെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ കൂടുതൽ പെയ്യാൻ സാധ്യത എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് നൽകിയിരിക്കുന്നത്. മലയോര മേഖലകളിലുള്ളവരും തീരദേശ മേഖലകളിലുള്ളവരും ഒക്കെ കൃത്യമായി ജാഗ്രത പാലിക്കുക. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഇടിമിന്നലുള്ളപ്പോൾ സ്വീകരിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഉത്തരേന്ത്യയിൽ നേരത്തെ ശൈത്യകാലം എത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലേക്ക് സജീവമാകുന്ന ശീതക്കാറ്റാണ് ഉത്തരേന്ത്യയിലെ നേരത്തെ തണുപ്പിക്കുന്നത്. ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനമില്ലാതായാൽ കേരളത്തെയും നേരത്തെ തണുപ്പ് പിടിമുറുക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ. സംസ്ഥാനത്തെ താപനില പരിശോധിക്കാം. താപനില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസും കണ്ണൂർ 32 ഡിഗ്രി സെൽഷ്യസുമാണ് ഏറ്റവും കൂടിയ താപനില. ഇനി വരും ദിവസങ്ങളിൽ പൊതുവെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഈ തണുപ്പും മഴയും ഒക്കെ കൂടിക്കലർന്ന ഒരു കാലാവസ്ഥയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി സേതുലക്ഷ്മിയിലേക്ക്.